Magic morning. Magic morning. Magic morning. Magic morning. Magic morning. Magic Magic morning. morning. Sure. Magic morning. Okay. Yes. Hi all, magic morning. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. സുഖം. ഇന്നത്തെ ദിവസമൊക്കെ എങ്ങനെയുണ്ട്? മഴ ഉണ്ടോ? ഇന്നലൊക്കെ മോർണിംഗ് നല്ല മഴയായിരുന്നു അല്ലെ? ഇന്നെങ്ങനെ മഴ ഉണ്ടോ? ഇവിടെ ഇപ്പൊ മഴയില്ല. നല്ല മഴയായിരുന്നു. ഇവിടെ ഇപ്പൊ മഴയില്ല. അതെ, ഓക്കെ. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് സെഷനിലേക്ക് പോവാം. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് അറിയാം, ഓസിൻ സാറാണ് ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടേക്ക് കെയർ അല്ലെ? ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ടേക്ക് കെയർ 2 പാർട്ട് 2 ആണ് ഇന്നത്തെ സെഷൻ വരുന്നത്. സോ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അറ്റൻഡ് ചെയ്യാത്തവരുണ്ടോ? ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, അപ്പൊ അതിന്റെ പാർട്ട് 2 ടേക്ക് കെയർ പാർട്ട് 2 ആണ് ഇന്നത്തെ സെഷൻ വരുന്നത്. സോ ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് ഞാൻ എല്ലാവരെയും അതുപോലെ തന്നെ ഓസ്റ്റിൻ സാറേയും കൂടെ ഇൻവൈറ്റ് ചെയ്യാണ്. ഓസ്റ്റിൻ സാർ, പ്ലീസ് വെൽക്കം. Thank you so much. Thanks a lot, Mufida. Thanks a lot. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മഴയൊക്കെ വിചാരിക്കും ഞങ്ങളുടെ അടുത്ത് വെള്ളമൊക്കെ കയറി തുടങ്ങി ചെറുതായിട്ട്. പക്ഷെ അത് എനിക്കൊന്നും മഴ പറഞ്ഞുകൊണ്ട് കുഴപ്പമുണ്ടാവില്ലായിരിക്കും. അപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ ടേക്ക് കെയർ എടുത്തു. അപ്പൊ കുറെ പേര് പറഞ്ഞു, സാറേ ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വേണം, കാര്യം കഴിഞ്ഞ ആഴ്ച കുറഞ്ഞു പോയ പോലെയൊക്കെ ആളുകൾക്ക് തോന്നി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ആഴ്ച അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ പോലെ ചെയ്യാമെന്ന് വെച്ചു. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് കുറച്ചും കൂടി എന്തിനെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ റിയലി എങ്ങനെ ടേക്ക് കെയർ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഈ ആഴ്ചയിൽ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എല്ലാവരും കുറച്ചും കൂടി ആക്റ്റീവായ നല്ലതായിരിക്കും. നിങ്ങൾ എവിടെ നിന്നൊക്കെയാണ് ഒന്ന് കെയർ പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ കൊടുക്കുന്ന പോട്ടെ, നിങ്ങളൊക്കെ എവിടെ നിന്നൊക്കെയാണ്, ആരിൽ നിന്നൊക്കെയാണ് കെയർ പ്രതീക്ഷിക്കുന്നത്? എല്ലാവരും ഒന്ന് പറയാമോ? ഒന്നില്ലെങ്കിൽ ചാറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്കൊന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. എവിടെ നിന്നൊക്കെയാണ് നിങ്ങൾ കെയർ പ്രതീക്ഷിക്കുന്നത്? ആരിൽ നിന്നൊക്കെയാണ് കെയർ പ്രതീക്ഷിക്കുന്നത്? പെട്ടെന്ന് ഹസ്ബൻഡ്. ഓക്കെ, വെരി ഗുഡ്. മക്കള്. ഓക്കെ, പിന്നെ അത്രേ ഉള്ളൂ? അങ്ങനല്ലേ? പിന്നെ ആരിൽ നിന്നൊക്കെയാണ്? ഷൈമിന? ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. ഓക്കെ. ബഷീർ സാറേ? എവിടുന്ന് കിട്ടിയാലും കുഴപ്പമില്ലായിരുന്നു. കേട്ടില്ല സാറേ? പ്രതീക്ഷ ഒന്നുമില്ല, കിട്ടിയ ബോണസ്. ഓ, വെരി ഗുഡ്. സ്വന്തമായിട്ടൊരു കെയർ. പിന്നെ പറയട്ടെ, ഫാമിലി, ഫ്രണ്ട്സ്. ഓക്കെ, ആർക്കും ഒന്നുമില്ല. കഴിഞ്ഞ തീർന്നാ? നിങ്ങളാരും ജോലിക്കൊന്നും പോണവരില്ലേ? ഫാമിലി, ഫ്രണ്ട്സിന് ഇങ്ങനെ ഓക്കെ ആണല്ലേ? തീർച്ചയായിട്ടും നമ്മളെ ഏറ്റവും കൂടുതൽ കെയർ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണ്. ഫസ്റ്റ് തന്നെ നമ്മുടെ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഫാമിലിയാണ്. പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ കെയർ പ്രതീക്ഷിക്കുന്നത് അവരുടെ പാർട്ട്നേഴ്സിൽ നിന്നായിരിക്കും. വേറെ എവിടെ നിന്ന് കെയർ കിട്ടിയിട്ടും കാര്യമില്ല. പാർട്ട്നേഴ്സ് കെയർ ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ലൈഫ് ഭയങ്കര ശോകമായിരിക്കും. കെയർ ചെയ്യാനൊന്നും വലിയ, സത്യം പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ല. നമ്മളൊക്കെ വിചാരിക്കണ വെച്ചാൽ ഒരു കെയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണ്, എന്തോരം ടെൻഷനൊക്കെ വേണം. പക്ഷെ ചെറിയ കാര്യങ്ങൾ മതി നമുക്ക് കെയർ ചെയ്യണം. ആ ചെറിയ കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇപ്പം നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ഇപ്പം ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ പറഞ്ഞു, പലപ്പോഴും ഇവിടെ ആണുങ്ങളുണ്ട് പെൺകുട്ടികളുണ്ട്, മീൻസ് പെണ്ണുകളുണ്ട്, കല്യാണം കഴിഞ്ഞവരുണ്ട്, കല്യാണം കഴിയാത്തവരുണ്ട്. ആ ആണുങ്ങളോടുള്ള എനിക്ക് ഏറ്റവും വലിയൊരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് വില കൂടിയ ജ്വല്ലറിയോ വില കൂടിയ ഒരു സാധനം കൊടുക്കണ്ട, നിങ്ങളുടെ ലൈഫ് ഹാപ്പി ആവാൻ.
കാരണം പലപ്പോഴും ആണുങ്ങളുടെ ടെൻഷൻ അതാണ്, എന്ത് മേടിച്ചു കൊടുത്താലും ഇവളൊന്ന് സാറ്റിസ്ഫൈ ചെയ്യാന്നൊക്കെ. സത്യത്തില് സ്ത്രീകള് ആസ് പെർ സൈക്കോളജി നമ്മൾ വായിച്ച പുസ്തകങ്ങളൊക്കെ വെച്ചിട്ട് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കെയർ ആണ്. കെയർ എന്ന് പറഞ്ഞാൽ വലിയ ആനച്ചേന കേസൊന്നുമില്ല. അവർക്ക് അവർ ഏത് സാഹചര്യത്തിലും ജീവിക്കും. പക്ഷെ ഒന്ന് ജസ്റ്റ് അവരെ പരിഗണിക്കുന്നു എന്നുള്ള ഒരൊറ്റ സംഭവം മതി അവരുടെ ലൈഫ് നമ്മളെ അഡിക്റ്റ് ആവാൻ, ലൈക്ക് നമ്മളില്ലാതെ ജീവിക്കാൻ പറ്റൂല എന്നൊരു സിറ്റുവേഷൻസിലേക്ക് വരാനായിട്ട് ജസ്റ്റ് ഒന്ന് എന്താ പറയാ കെയർ കൊടുത്താൽ മതി. എങ്ങനെ കെയർ കൊടുക്കാൻ പറ്റുക? എങ്ങനെയാണ് ഭാര്യ, ഞാൻ ഭർത്താക്കന്മാരോട് ചോദിക്കട്ടെ, എങ്ങനെയാണ് ഭാര്യനെ കെയർ ചെയ്യുന്നത്? നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയാം, എങ്ങനെയാണ് കേൾക്കട്ടെ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ കെയറിങ് കപ്പാസിറ്റി എങ്ങനെയാണ് നിങ്ങളുടെ ഭാര്യമാരെ കെയർ ചെയ്യുന്നത്? ആരൊന്നും മിണ്ടൂലേ, ചിലപ്പോ കെയറേ ചെയ്യണ്ടാവില്ല, അവരെ സപ്പോർട്ട് ചെയ്തു. ഓക്കെ, വേറെ ആരാ? പ്രീത ചേച്ചിയാണോ പറഞ്ഞേ? അല്ല, ഉണ്ണേട്ടനാണ്. ഉണ്ണിയാണ്ടാണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഓക്കെ. വേറെ ആരാ? പരിഗണിക്കണം. ഓക്കെ, വേറെ ഇവിടെ ആണുങ്ങളായിട്ട് ആരും ഇല്ലേ? ആണായിപ്പിറന്ന ഒരാളും ഇല്ല ഇവിടെ? ഒരാളും ഉണ്ടെന്നില്ലല്ലോ. എവിടെ ഭാര്യമാരെ അല്ലെങ്കിൽ കാമുകീനെ എങ്ങനെ? ഭാര്യനെ കെയർ ചെയ്യൂല, കാമുകീനെ കെയർ ചെയ്യും. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയൂ, ഞാൻ എങ്ങനെയാണ് എന്റെ പാർട്ട്ണറിനെ കെയർ ചെയ്യുന്നുള്ളത്? റസാഖ് സാറേ പറഞ്ഞോ. ഭാര്യ ആയി കഴിഞ്ഞാൽ പിന്നെ കെയർ കൊടുക്കൂല, കാമുകിനെയാണെങ്കിൽ നല്ല കെയർ ചെയ്യും. പനി വന്നാൽ ഇടയ്ക്ക് വിളിക്കും. ലിസണിങ് അവർ പറയുന്നത് നമ്മൾ ശ്രദ്ധയോടെ പേഷ്യൻസോടെ കേൾക്കുക. വെരി ഗുഡ് സുബ്രഹ്മണ്യൻ സാർ, വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ ആരാണ്? സാർ പറഞ്ഞത് എക്സാക്ട് പോയിന്റ് ആണ്. വേറെ ആരെങ്കിലും? ഇവിടെ ബാക്കിയുള്ളവരാരും ഡിമാജിക്കിലുള്ള ആരും ഭാര്യമാരെ കെയർ ചെയ്യില്ല എന്നുള്ള കാര്യം മനസ്സിലായില്ലേ? എങ്ങനെ കെയർ ചെയ്യണമെന്ന് പോലെ അറിഞ്ഞൂടാ, പിന്നെ എങ്ങനെയാണ് നന്നാവുക? ഇതില് ഏറ്റവും ആദ്യത്തെ പോയിന്റ് സുബ്രഹ്മണ്യൻ സാറ് പറഞ്ഞു തന്നെയാണ്. ഒരു വൈഫ് അല്ലെങ്കിൽ ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാല് അവരെ കേൾക്കാന്നുള്ളതാണ്. സത്യത്തിൽ ഇവർക്ക് ഒരു സൊല്യൂഷന്റെ ആവശ്യമില്ല. നമ്മൾ ആണുങ്ങളുടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാല്, ഞാൻ മനസ്സിലാക്കി കൊടുത്തത് ആണുങ്ങളുടെ പ്രശ്നം വെച്ചാല് നമ്മൾ കേൾക്കുന്ന തന്നെ സൊല്യൂഷൻ പറയാനാണ്. നമ്മളിപ്പോ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും, ഓ ചേട്ടാ ഞാനിന്ന് വണ്ടിയിൽ പോയി കഴിഞ്ഞപ്പോ ഒരാള് ഭയങ്കര തിരക്കായിരുന്നു, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോ നമ്മളറിയും ഇന്നാളോട് ജോലിക്ക് വേണ്ട, ആ പ്രശ്നം തീർന്നില്ലേ? നമ്മളവിടെ സൊല്യൂഷൻ കൊടുക്കുകയാണ്, നീ പണിക്ക് വേണ്ടാന്ന്. അവരതല്ല ആഗ്രഹിക്കണേ. അല്ല, അവിടെ ചെന്ന് അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഒരു സൊല്യൂഷൻ വേണ്ട, അറ്റ്ലീസ്റ്റ് കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഒരു ഭാര്യനെ ലിസൺ ചെയ്യാൻ വേണ്ടി. ഓഹോ, നീ ഒരു സാധനം പഠിച്ചാൽ മതി. ഓഹോ, എന്നിട്ട് ഓക്കെ, ഇതൊക്കെ ഒരു 5-10 മിനിറ്റ് കേട്ട് കഴിയുമ്പോൾ അവളുടെ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ തീരും. സത്യമായിട്ടും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വെറുതെ വൈഫ് എന്തെങ്കിലുമൊക്കെ വന്ന് പറയും, നീ പൊടിയാണ്, നിനക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് പറയാണ്ട്. ചിലപ്പോൾ അവർ പറയുന്നത് വളരെ ബാലിശമായ കാര്യങ്ങളായിരിക്കും. ഇങ്ങനെ രാവിലെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി, അപ്പൊ മഴ പെയ്തു, അപ്പൊ കുട നിർത്തി, കുട പറന്നുപോയി, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയാം. നമ്മളെ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തിട്ട് കോപ്പാണിത്, നമ്മളിവിടെ ഇതിനേക്കാളും വലിയ തീയിലൂടെ നടന്നിട്ടാണ് വരുന്നത്. പക്ഷെ ഇവിടെ ഒരുത്തി കുട പറന്നുപോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ പറയുന്നത്. പറഞ്ഞാൽ നമ്മൾ പുച്ഛിച്ചതാണ്. പക്ഷെ ആ ഒരു ലിസണിങ് സാധനം, ഈ എന്നൊക്കെ പറഞ്ഞ സാധനം കൊടുക്കുന്നത് തന്നെ ഉണ്ടല്ലോ, അവരുടെ ലൈഫിൽ ഭയങ്കര ഡിഫറൻസ് വരും. ഈ കേൾക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും ഈ കേൾക്കുന്ന ആളുകളുടെ അടുത്തേക്ക് ഇവരൊക്കെ പോകുന്നത്. രണ്ടാമത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, ആണുങ്ങൾക്ക് ഇതിനകത്ത് ഏറ്റവും പ്രത്യേകത എന്നറിയും, ആണുങ്ങൾക്ക് ആവശ്യമുള്ളത് അല്ല പെണ്ണുങ്ങൾക്ക് ആവശ്യം. അത് ആർക്കും അറിഞ്ഞൂടാ സൈക്കോളജിക്കലി. ഒരു പെണ്ണ് കെയർ ആഗ്രഹിക്കുമ്പോൾ ആണ് അത്രയും കെയർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ആണിന് എപ്പോഴും ഒരു സപ്പോർട്ട് മതി. നമ്മൾ പക്ഷെ ഈ എല്ലാവരും എന്താ ചെയ്യുക വെച്ചാല് നമുക്ക് ആവശ്യമുള്ളത് കൊടുക്കാൻ നോക്കും. നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ കൊടുക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം അവന് സപ്പോർട്ടാ വേണ്ടേ. അപ്പൊ ഭാര്യ വന്നിട്ട് ഇങ്ങനെ പ്രശ്നമാണ് അതാണെന്നൊക്കെ പറയുമ്പോൾ ഭർത്താവ് പറയും, യു ക്യാൻ ഡു ഇറ്റ്, നീ പോടി, നിനക്കൊക്കെ ചെയ്യാൻ പറ്റും, ഇത് ചില്ലി കേസാണ്, നമ്മളതൊക്കെ പർപ്പിച്ച് ചെയ്യൂലേ. അവര് ചെയ്യും, പക്ഷെ ഒന്ന് കെയർ ചെയ്യണം. അത് മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, പലപ്പോഴും ആളുകൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്, നല്ല സ്നേഹമുള്ള ഭാര്യമാരാണെങ്കിൽ ഫേസ് ചെയ്യുന്നത് വെച്ചാൽ, ഓഫീസിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഫോൺ വരും. പലവരൊക്കെ നിർത്തിയിട്ടുണ്ടാവും, ഇപ്പൊ തെറിയായിട്ട് നിർത്തിയിട്ടുണ്ടാവും. ഓഫീസിൽ ഫോൺ ചെയ്യുമ്പോൾ ഫോൺ വരും, ചേട്ടാ ഓഫീസ് എത്തിയോ, എത്തിടി, വെക്കിവിടെ കുറച്ച് തിരക്കുണ്ടെന്ന് പറയും. അത് കഴിഞ്ഞ് കുറച്ചു കഴിയുമ്പോൾ പറയും, അയ്യോ ചേട്ടാ ചായ കുടിച്ചോ. ഉച്ചയ്ക്ക് 1-1:30 ആകുമ്പോഴേക്കും ഒരു ഫോൺ വരും, ചേട്ടാ ഊണ് കഴിച്ചു. നീ പോയി അവിടെ പ്രാന്തെടുത്തേക്കുമ്പോഴാണ് നിന്റെ ഒരു ഊണ് കഴിച്ചു എന്ന് നോക്കുന്നത്. 3 മണിക്ക് ചായ കുടിച്ചോ, പനിയായിട്ട് പോയി കഴിഞ്ഞാൽ പനി കുറഞ്ഞോ ചേട്ടാ. ഇങ്ങനെ കുറെ കോളുകൾ ഈ സ്ത്രീകളുടെ ഭാഗത്ത് വരും. ആണുങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞ വട്ടാവും. അവർ ഏതെങ്കിലും വർക്കിൽ ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ അവർക്ക് ഇങ്ങനെ കിടന്നുള്ള വീണാട്ടം കേൾക്കുമ്പോൾ ഭയങ്കര ദേഷ്യമാണ്. പക്ഷേ
നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇതാണ്. അവരിപ്പോ ഓഫീസിൽ പോയിട്ട് ജസ്റ്റ് ഒരു മെസ്സേജോ കോളോ ചെയ്തിട്ട് എടി നീ ഓക്കെ അല്ലേ, ഹോപ്പ് അല്ലേ, നീ മര്യാദയ്ക്ക് ചെയ്യുന്നില്ലേ, ജസ്റ്റ് ഒരു വിളി അല്ലെങ്കിൽ ഒരു കെയർ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അല്ലെങ്കിൽ അവൾ കയറി വരുമ്പോ തന്നെ ഇപ്പൊ ജോലി കഴിഞ്ഞ് കയറി വരുന്നത് എടി നിന്റെ മുഖം വാടിയിരിക്കണ്ടല്ലോ, എന്ത് പറ്റി, ഓക്കെ അല്ലേ, ജസ്റ്റ് അങ്ങനെ ഒരു വാക്ക് കൊടുത്താൽ തന്നെ ദേ ആർ വെരി ഹാപ്പി. സോ കെയർ ചെയ്യാന്ന് പറഞ്ഞാൽ സോ സിമ്പിൾ, എസ്പെഷ്യലി ഇൻ ദ റിലേഷൻഷിപ്പ് ഫാമിലി. ഇതില്ലാത്തത് കൊണ്ടാണ് പല ഫാമിലി ലൈഫിലും ബ്രോക്കൺ ആണ്. അല്ലാണ്ട് അതിനകത്ത് പണത്തിന്റെ പ്രശ്നമോ വേറെ ഒന്നുമില്ല. പെണ്ണുങ്ങളൊക്കെ ഞാൻ വിശ്വസിക്കുന്നിടത്തോളം എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അവർ ഹസ്ബൻഡ് കൂടെ നിൽക്കും. അണ്ടിൽ അൺലെസ് ദേ നീഡ് ടു ഫീൽ ദാറ്റ് ഓക്കെ ദേ ആർ പ്രൊട്ടക്റ്റഡ് അല്ലെങ്കിൽ ദേ ആർ ടേക്കിംഗ് കെയർ എന്നുള്ളതുണ്ടെങ്കിൽ അവർക്ക് സാമ്പത്തിക പ്രശ്നമില്ല. അപ്പൊ പലരും പറയും എനിക്ക് സ്വർണം മേടിച്ചു തരാത്തതുകൊണ്ടാണ്, ഞാൻ സ്വർണം മേടിച്ചു കൊടുക്കാൻ എനിക്ക് കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇട്ടിട്ട് പോയി. ഒന്നുമില്ല, ഒറ്റ പൈസയും കൊടുക്കേണ്ട, ഒറ്റ ഇതും വേണ്ട. നിങ്ങൾ അവരെ കേൾക്കാനും ലിസൺ ചെയ്യാനും ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് കെയറിന്റെ സാമ്പിൾ ഇട്ട് കൊടുക്കാനും കൂടി റെഡി ആയി കഴിഞ്ഞാൽ ഹാപ്പി ലൈഫായിരിക്കും. ആളുകൾക്ക് വേണ്ട കെയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവരെന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ അവരൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇപ്പൊ പ്രത്യേകിച്ച് ചിലപ്പോൾ ഡൗൺ ആയിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ചേട്ടനെ കൊണ്ട് പറ്റും, ഡോണ്ട് വറി, യു ആർ ഓക്കെ, യു ആർ സൂപ്പർ എന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ അവരെ വിളിച്ചിട്ട് ഇടയ്ക്ക് ചായ കുടിച്ചു ചോറ് കുടിച്ചു ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. കാര്യം അതിനേക്കാളും അവർക്ക് നല്ലത് ഇപ്പൊ എന്തെങ്കിലും അവരൊരു പ്രോജക്റ്റിന് ഇറങ്ങണോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു കാര്യം ചെയ്യും അല്ലെങ്കിൽ ജോലിയിൽ പ്രശ്നമായിട്ട് വരുമ്പോൾ പറയും ചേട്ടനെ കൊണ്ട് പറ്റും, ചേട്ടൻ ഓക്കെ ആവും, അല്ലെങ്കിൽ ഒരു പുതിയ ജോലി ചേട്ടൻ കിട്ടും. വെറുതെ ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഹീസ് ഓൾവേസ് ഹാപ്പി, ഹി ക്യാൻ കം ഔട്ട്, ഒരു പ്രശ്നവുമില്ല. അപ്പം നമ്മുടെ ഫാമിലി ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു കാര്യം ടേക്ക് കെയർ ഈച്ച് അതർ എന്നുള്ളതാണ്. അപ്പം അതുപോലെ കുട്ടികൾ ഇന്നെന്തുകൊണ്ട് കുട്ടികൾ വഴി തെറ്റുന്നു. നമ്മൾ ഭയങ്കര ഡ്രഗ്സിനെ പറയുന്നു, അത് പറയുന്നു, ഇത് പറയുന്നു, എല്ലാം പറയുന്നു. കുട്ടികളുടെ പ്രശ്നം എന്താണ്? കുട്ടികൾക്ക് കുറെ കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ട്. സ്കൂളിൽ നടന്നത്, കോളേജിൽ നടന്നത് പറയാൻ ആളില്ല, വീട്ടിലാളില്ല. അമ്മ മൊബൈൽ നോക്കിയിരിക്കുന്നു, അപ്പൻ മൊബൈൽ നോക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ അടുക്കളയിൽ പണിയിലാവുന്നു. നമ്മൾ അവർക്ക് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഈ പണിയെടുത്ത് നശിച്ചു പോകുന്നത് അവരെയാണ്. എന്തുകൊണ്ട് നമുക്ക് കുറച്ച് സമയം അവരെ കേൾക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെച്ചുകൂടാ? കാര്യം എല്ലാവർക്കും അവരെ കേൾക്കണം എന്ന ആഗ്രഹമുണ്ട്, എല്ലാവർക്കും. പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ഉള്ള കാരണന്മാരൊക്കെ ആണെങ്കിൽ അവർക്ക് നിങ്ങൾ വേറെ ഒന്നും കൊടുക്കണ്ട, സാമ്പത്തികമായിട്ട് ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും അവര് വരുമ്പോൾ അവരൊന്ന് ചേർത്ത് പിടിച്ചിട്ട് എന്തുണ്ട് വിശേഷം, സുഖമല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹാപ്പി. ഞാനും എന്റെ പെങ്ങളൊക്കെ ഉള്ള സമയത്ത് പലപ്പോഴും ഞങ്ങളൊക്കെ രാത്രി 11 മണിയൊക്കെ ഇരുന്ന് വർത്താനം പറയും. അപ്പൊ അവളുള്ള കോളേജിലെ കുറെ വിശേഷങ്ങളൊക്കെ പറയും. അപ്പൊ അവിടെ അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെ പറയും. അപ്പൊ നമ്മളും വെറുതെ ഇങ്ങനെ കേട്ടിരിക്കും. അപ്പൊ ഭയങ്കര ഒരു ബോണ്ട്, ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു. ഇനിഷ്യലി ചെറുപ്പകാലത്ത് ഭയങ്കര ഇടിയായിരുന്നു. പക്ഷെ വലുതായി കഴിഞ്ഞപ്പോ അറ്റ്ലീസ്റ്റ് ഇടയ്ക്ക് ഒരു സിനിമയ്ക്കൊക്കെ കൊണ്ടുപോകും അവളെ. അപ്പൊ ഏറ്റവും രസം വെച്ചാൽ ഇപ്പൊ അവള് കല്യാണം കഴിച്ചു പോയി. അവളെ ഹസ്ബൻഡ് അങ്ങനെ സിനിമയ്ക്കൊക്കെ ഉണ്ടാവാത്ത ഒരാളാണ്. അവളുടെ മനസ്സിലെ നല്ല ഓർമ്മകളിൽ ഞാൻ ഉണ്ട് എപ്പോഴും. അവളിടയ്ക്ക് ഭർത്താവായിട്ട് തല്ലിടുമ്പോ പറയാം എന്റെ ആങ്ങള സിനിമയ്ക്ക്. ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ 1-2 പടത്തിനേക്ക് കൊണ്ടുപോയിട്ടുള്ളൂ. പക്ഷെ മാക്സിമം ഒരു 4-5 പടം. പക്ഷെ ആ ഒരു ഓർമ്മ അവരുടെ മനസ്സിൽ ഭയങ്കരമായിട്ടുണ്ട്. ആ ചെറുപ്പത്തിൽ കിട്ടിയ ഒരു ഓർമ്മയാണ്. അതായത് ഒരു സിനിമയ്ക്ക് അവളെ തന്നെ കൊണ്ടുപോയി, എനിക്ക് സാമ്പത്തികമായിട്ട് ആയി തുടങ്ങിയ സമയത്ത് അവളെ സിനിമയ്ക്ക് കൊണ്ടുപോയി എന്നുള്ളത് അവളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു റെക്കഗ്നീഷൻസും ഒരു കെയറിങ്ങുമാണ്. അപ്പൊ ഭാര്യമാരെയാണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, വെറുതെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ സുഖാണോ എന്നൊക്കെ ചോദിക്കുന്നതും അല്ലെങ്കിൽ അവരെ കേൾക്കുന്നതും അവരെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഭയങ്കര നീഡാണല്ലോ. ഇറ്റ്സ് എ നീഡ് ഓഫ് അവർ. രണ്ടാമത്തെ ഒരു ഏരിയ എന്ന് നമുക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യം എവിടെയാണ്? സോഷ്യലാണ്. നമ്മളിപ്പോ നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മൾ നോക്കുകയാണെങ്കിൽ വെറുതെ ഒരു സ്മൈൽ, ഒരു സംഭവം കൊടുത്തു കഴിഞ്ഞാല് ഇറ്റ് മേ സേവ് യുവർ ലൈഫ്, ഇറ്റ് മേ സേവ് യുവർ ലൈഫ്. നമ്മൾ ഭയങ്കര സ്പീഡിലൊക്കെ നടന്നു പോകുന്നു, നമ്മുടെ ചുറ്റുമുള്ള ഒരാളെയും പോലും കെയർ ചെയ്യാതെ നമ്മൾ പോകുമ്പോൾ എങ്ങോട്ടായി ഓടുന്നത്? വളരെ ഹെലൻ എന്ന് പറഞ്ഞൊരു മൂവി കണ്ടായിരുന്നു. പക്ഷെ അതിനൊരു ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇംഗ്ലീഷ് സ്റ്റോറിയാണ്. ആ സ്റ്റോറി ഇങ്ങനെയാണ്, നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും, അറിയായിരിക്കും, എന്നാലും ഇതൊരു സാന്ദർഭികവശാൽ ഇവിടെ കണക്ട് ആവുന്നതുകൊണ്ട് ഐ ക്യാൻ ടെൽ യു ദാറ്റ് സ്റ്റോറി. അതായത് ഒരു ഐസ് പ്ലാന്റ് ആണ്, ലൈക്ക് എന്തായാലും പ്രൊഡക്റ്റ് ഒക്കെ വലിയതായിട്ട് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു കമ്പനിയിൽ കുറെ പേര് ജോലി ചെയ്യുന്നുണ്ട്. അതിന്റെ ഫ്രണ്ടിൽ ഒരു സെക്യൂരിറ്റി ഉണ്ട്. അപ്പൊ ആളുകള് ഡെയിലി ഷിഫ്റ്റിന് ജോലിക്ക് കയറും ഇറങ്ങും, ജോലിക്ക് കയറും ഇറങ്ങും, കുറെ പേര്, ഒരുപാട് ആളുകൾ ജോലിക്ക് ചെയ്യുന്നതാണ്. പക്ഷെ അതില് ഒരാള് മാത്രം, ഒരു സാറ് മാത്രം പോകുന്ന സമയത്ത് സെക്യൂരിറ്റിയുടെ അടുത്ത് ചിരിച്ച് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു പോകും. ബാക്കി എല്ലാവരും തിരക്കിലാണ്, ഷിഫ്റ്റ് കയറണം, സമയത്ത് പഞ്ച് ചെയ്യണം, തിരിച്ച് ഔട്ട് ചെയ്യണം. പക്ഷെ ഈ ഒരു മനുഷ്യൻ മാത്രം എല്ലാ ദിവസവും കയറുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന് ഒരു വിഷൊക്കെ കൊടുക്കും. ഹായ് ചേട്ടാ സുഖല്ലേ, ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. തിരിച്ചിറങ്ങിയും സെയിം റിപ്പീറ്റ് ചെയ്യും. സോ പതിയെ അറിയാലോ, നമുക്ക് അങ്ങനെ ഒരു സ്മൈലും ഒരു കെയറും കിട്ടുന്ന
കുറച്ചും ദിസ് വിൽ ബി അവർ എക്സ്പെക്ടേഷൻ. അയാളിപ്പോ വരും, ഒരു സ്മൈൽ കിട്ടും. നമുക്ക് അറിയാൻ പാടാത്തതുകൊണ്ട് ഒരു സ്മൈലിന്റെ ഒക്കെ ഒരു വില എന്താണെന്ന് നമ്മളത് കൊടുക്കുമ്പോഴും കിട്ടുമ്പോഴും നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഈ മനുഷ്യൻ അകത്തേക്ക് സ്മൈൽ ചെയ്ത് കയറിപ്പോയ ആള് ഷിഫ്റ്റ് 6 മണിക്ക് തീർന്നിട്ടും തിരിച്ചു വരുന്നില്ല. ഈ സെക്യൂരിറ്റി പേഴ്സൺ ഹി വാസ് എക്സ്പെക്ടിങ് ദാറ്റ് സ്മൈൽ ആൻഡ് ഗ്രീറ്റിംഗ് ഫ്രം യു. പക്ഷെ 6:05 10 ജോലി തിരക്കാണെന്ന് വിചാരിച്ചു, പക്ഷെ കാണുന്നില്ല. ഇദ്ദേഹം പ്ലാന്റിലേക്ക് ഓടുകയാണ്, ഈ മനുഷ്യനെ കാണുന്നില്ല. അദ്ദേഹം അവിടെ എല്ലാവരും വിളിച്ചു, ആളുകളോട് ചോദിച്ചു, പുള്ളിനെ കണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ആ ഫ്രീസർ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്നൊരു ലാസ്റ്റ് ഇൻഫർമേഷൻ കിട്ടും. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഇദ്ദേഹം ഫ്രീസർ റൂമിൽ സാധനങ്ങൾ അടക്കാൻ വേണ്ടി കയറിയതാണ്. പെട്ടെന്ന് ഷിഫ്റ്റ് കഴിഞ്ഞപ്പോൾ ആ ഒരു സ്വിച്ച് ഓൺ ഓഫ് ചെയ്തു. അങ്ങനെ ഈ ഡോർ ക്ലോസ് ആയി. അദ്ദേഹം ഈ ഫ്രീസറിൽ ജാമായി കിടക്കാണ്. അപ്പോഴേക്കും സെക്യൂരിറ്റി ഇടപെട്ടു, ആളുകൾ എത്തു വന്ന് ഫ്രീസർ തുറന്ന് ഇയാളെ പുറത്തെടുക്കുന്ന സമയമായപ്പോഴേക്കും ഈസ് ഓൾമോസ്റ്റ് ഡൈ. കാര്യം നമുക്കറിയാലോ, ഒരു ഹൈ എമൗണ്ടിൽ മീറ്റ് ഒക്കെ ഫ്രീസ് ചെയ്യണ ഒരു ഫ്രീസറിന്റെ അകത്ത് ഒരാളെ വിട്ടുപോയുള്ള അവസ്ഥ അറിയാലോ. ആളെ തിരിച്ചു കൊണ്ടുവന്നു, ഹോസ്പിറ്റലൈസ് ചെയ്തു, അദ്ദേഹം തിരിച്ച് ലൈഫിലേക്ക് വന്നു. അപ്പൊ ആരും അദ്ദേഹത്തെ അന്വേഷിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ എന്തുകൊണ്ട് അന്വേഷിച്ചു വന്നെന്ന് പിന്നീട് അദ്ദേഹം ജോലിക്ക് വന്നപ്പോൾ ചോദിച്ചു, സർ ഐ വാസ് എക്സ്പെക്ടിങ് യുവർ സ്മൈൽ, ഐ വാസ് എക്സ്പെക്ടിങ് ദാറ്റ്. അത് കിട്ടാതെ ആയിക്കാൻ മീൻസ് നിങ്ങൾ വരാതെ ആയപ്പോ എനിക്ക് മനസ്സിലായി നിങ്ങൾ വന്നിട്ടില്ല എന്ന്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ തേടി വന്നത്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഒരു കെയർ, സ്മൈൽ, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്, ഭയങ്കര ഇമ്പോർട്ടൻസ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളിലൊക്കെ ഇപ്പം ബഷീർ സാറൊക്കെ ആണെങ്കിൽ ഒരുപാട് ചാരിറ്റി കെയർ ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഒരു നമുക്ക് തിരിച്ച് എന്ത് കിട്ടുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി നമുക്ക് തിരിച്ച് എന്ത് നമ്മുടെ ലൈഫിൽ അവരൊക്കെ എഫക്ട് കിട്ടുന്നു എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്. ആ ഒരു അവരുടെ ഉള്ളിലൊക്കെ ഒരു ജീവിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സംതിങ് എൽസ്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ കൊടുക്കുന്ന എല്ലാ കർമ്മത്തിനും തിരിച്ച് അതുപോലെ പ്രതിഫലം ഉണ്ടാവും. ഇന്നലെ ഞങ്ങളുടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, ഒരു പ്രിൻസി എന്ന് പറഞ്ഞ ചേച്ചിയാണ്. അപ്പൊ ആ ചേച്ചി ആക്ച്വലി ഞങ്ങളുടെ കാറ്റഗറിസൺ ടീച്ചറൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ പുള്ളിക്കാരത്തി രാഷ്ട്രീയമുള്ള ഒരാളല്ല, പക്ഷെ അവിടെ ഉള്ള ഒരു സമ്മതമായിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ ഒരു പ്രാവശ്യം അവർക്ക് സീറ്റ് കൊടുക്കുന്നു. ഒരു പഞ്ചായത്തില് ലേഡി വാർഡായി കഴിഞ്ഞപ്പോ അങ്ങനെ സീറ്റ് കൊടുത്തു, മത്സരിച്ച് ജയിച്ചു. സെക്കൻഡ് ടൈം വന്നു കഴിഞ്ഞപ്പോ അത് ജെൻസ് വാർഡായപ്പോ പുള്ളിക്ക് സീറ്റില്ല. ഈ പ്രാവശ്യം ഈ ടൈമിൽ വന്നപ്പോ വീണ്ടും സീറ്റ് വന്നു, ഇവരെ മത്സരിപ്പിച്ചു, പഞ്ചായത്ത് പ്രസിഡന്റായി. അപ്പൊ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനൊക്കെ അപ്പുറം അവരെങ്ങനെയാണ് ആളുകളെ കെയർ ചെയ്യുന്നത് തന്നെ റിയലി സർപ്രൈസ് ചെയ്യും. കാര്യം ഇപ്പൊ ഞങ്ങളുടെ കാറ്റഗറിസം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ചേച്ചി ഇപ്പോഴും. അപ്പൊ ഈ പഠിപ്പിക്കുന്ന സമയത്ത് ഈ പിള്ളേരോടൊക്കെ പറയും, നിങ്ങൾ ക്ലാസ്സിലൊക്കെ വരുന്ന സമയത്ത് കുറച്ച് നമുക്കൊരു വീടുണ്ട്, ആ വീട്ടിൽ നമുക്ക് പോകണം, നിങ്ങൾ സാധനങ്ങളൊക്കെ കൊണ്ട് നിങ്ങളുടെ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പണ്ടത്തെ പോലെ ചിലപ്പോൾ വീട്ടിൽ അത്യാവശ്യം സാമ്പത്തികമുള്ള പിള്ളേരാണല്ലോ. അപ്പൊ ഞാനാണ് ഇതിന്റെ വരെ ഡ്രൈവറായിട്ട് പോകുന്നത്. എന്ന് വെച്ചാൽ ഈ പിള്ളേരെല്ലാവരും കാറി കൊണ്ടുള്ളൂ. അപ്പൊ ഞാനാണ് പോകുന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോ ഒരു വീട്ടില് ഈ ചേച്ചി ആ വീട്ടിൽ, അപ്പൊ അവർക്ക് ചിക്കൻ മേടിച്ചോണ്ട് പോകുന്നു, പിന്നെ കുറെ ബിസ്ക്കറ്റ്. കാര്യം ആ പിള്ളേർക്ക് നിവൃത്തില്ല. ആ പിള്ളേർ, ആ ഫാമിലി എങ്ങനെയാന്ന് വെച്ചാല് ഇവരെ ഒരു വീട്ടില് കുഴപ്പമില്ലാത്തൊരു വീടാണ്. അവിടെ ആ പയ്യൻ ഒരു 30-35 വയസ്സുള്ള പയ്യനായിരുന്നു. അപ്പൊ ആ പയ്യൻ ഒരു പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത്. ആ കല്യാണത്തിൽ 3 കുട്ടികളുണ്ടായി. ഈ 3 കുട്ടികളുണ്ടായി ഒരു പിള്ളേർ ഒരുവിധം കൂടെ ആവുന്ന സമയത്ത് ഈ പെൺകുട്ടി ഇവരുടെ അമ്മ വേറൊരാളിലൂടെ ഒളിച്ചോടിപ്പോയി. അപ്പൊ ഒളിച്ചോടിപ്പോയി. അപ്പം ഈ ഫാദറും ഈ 3 കുട്ടികളും ഈ അപ്പനമ്മയും അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അത് ഇനി കുറെ നാൾ കഴിഞ്ഞ സമയത്ത് ഈ പയ്യൻ വേറെ ഏതൊരു പെൺകുട്ടീനെ സ്നേഹിച്ചു. ആ പെൺകുട്ടിയും ഇവനെ തേച്ചു എന്ന് പറഞ്ഞാൽ അറിയാലോ. അപ്പൊ അങ്ങനെ ഇവൻ അതിന്റെ വിഷമത്തില് ഇവൻ പോയി ആത്മഹത്യ ചെയ്തു. ഇപ്പൊ ആ വീടിന്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 3 ചെറിയ പിള്ളേര്, ഇളയ കുട്ടിക്ക് എത്രയാ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന, മൂത്ത കുട്ടി 3-ലോ ആണ്. അതിൽ രണ്ടുപേര് ട്വിൻസ് ആണ്. ഈ കുട്ടികളും ഈ വയസ്സായ ഈ അപ്പാപ്പനും അമ്മാമയും മാത്രമേ ഉള്ളൂ. അപ്പം ഒരിക്കൽ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരിക്കൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ സഹായിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ പുള്ളി അടുത്തടുത്ത് പറഞ്ഞു, ഞാൻ ഒരു കാര്യം ആലോചിക്കുന്നു, ഈ പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുത്ത് ഞാനും ചാവാൻ പോണ്, പറ്റുന്നില്ല. കാര്യം ആ ചേച്ചിക്ക് അസുഖമുണ്ട്, ഇയാൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പം പുള്ളിക്കാരത്തിന്റെ കയ്യിലെ ഇടപെടലിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഇതുപോലെ കുട്ടികളോടൊക്കെ വന്ന് ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കും. അതല്ലെങ്കിൽ ഇടയ്ക്ക് എവിടെ നിന്നെങ്കിലും പൈസയൊക്കെ ബുദ്ധിമുട്ട് മാറിയും. ഇത് പഞ്ചായത്തിൽ നിന്ന് തുറക്കുന്ന പൈസയല്ല. പക്ഷെ ഇപ്പം ചിലപ്പോൾ എന്നോട് ചോദിക്കും, അപ്പൊ ഞാൻ കൊടുക്കും. ഇന്നലെയും വേറൊരു വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഒരു പ്രസിഡന്റ് എന്നുള്ള രീതിയിനേക്കാൾ ഉപരി ഒരു മാനുഷികമായ ഒരു കെയർ ആ ഫാമിലിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവര് പറയാ, അയ്യോ മക്കൾ എപ്പോഴും ചോദിക്കും, ആ ചേച്ചി വന്നില്ലല്ലോ. കാര്യം ആ ചേച്ചി വന്നു കഴിഞ്ഞാല് എന്തായാലും അതുവരെ, കാര്യം ഇവർക്ക് ചിക്കൻ മേടിക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. അപ്പൊ ചിക്കൻ എന്തായാലും ഉണ്ടാവും, ചിക്കൻ കറി കിട്ടും, അതുപോലെ തന്നെ ചിപ്സ് കിട്ടും, ബിസ്ക്കറ്റ് കിട്ടും, മറ്റു പിള്ളേർക്കൊക്കെ കിട്ടുന്ന കുറെ സാധനങ്ങൾ ഇവർക്ക് കിട്ടും.
അപ്പൊ ആ ഒരു ഇടപെടൽ തീർച്ചയായിട്ടും ഓരോരുത്തർ അവരുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ നമ്മളൊക്കെ ഒരു ദൈവങ്ങളായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഒരു കെയർ, സപ്പോർട്ട് നമുക്കൊക്കെ തിരിച്ചു കിട്ടുമെന്ന് മാത്രമല്ല, പലരുടെ ഉള്ളിലും നമ്മൾ ദൈവങ്ങളായിട്ട് പ്രതീക്ഷിക്കപ്പെടുന്നു. അതിന് ഞാൻ പറഞ്ഞില്ല, ഒരുപാട് പൈസ ചെലവുള്ള കേസൊന്നുമില്ല. നമ്മൾ പോകുന്ന സാഹചര്യങ്ങളിൽ ഒരു നല്ലൊരു സ്മൈൽ കൊടുക്കാൻ പറ്റിയ, നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക് ഒരു സ്മൈൽ കൊടുക്കാൻ പറ്റുക, അവരൊന്ന് കേൾക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഗുഡ്. നമുക്കറിയാം, ബൈബിളിൽ ഒരു വളരെ മനോഹരമായ കഥ എല്ലാവർക്കും അറിയാം. അത് ഒരു കോൺസെപ്റ്റ് ആയിട്ട് തന്നെ ഭയങ്കരമായിട്ട് എല്ലായിടത്തും പറയുന്ന ഒരു സാധനം, ഗുഡ് സമരിറ്റൈൻ, നല്ല സമരിയക്കാരൻ. നല്ല സമരിയക്കാരന്റെ ഉപമ അല്ലെങ്കിൽ മീൻസ് ആ സ്റ്റോറി ഇങ്ങനെയാണ്, കുറെ പേർക്കൊക്കെ അറിയാം. സ്റ്റോറി ഇങ്ങനെയാണ്, അതായത് ഒരാള് സമരിയക്കാരൻ എന്ന് പറഞ്ഞാല് അറിയാലോ, ജീസസ് ഒക്കെ യഹൂദ വംശത്തിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പം ഈ യഹൂദ വംശത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ സമരിയൻസ് എന്ന് പറഞ്ഞാൽ. അതായത് യഹൂദരും സമരിയൻസും തമ്മിൽ ഒരു ബന്ധവുമില്ല. കാര്യം അവര് ശത്രുക്കളാണ്. സത്യം പറഞ്ഞാൽ അവർ കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫൈറ്റ് ചെയ്യാനാണ്. അപ്പൊ ഒരു യഹൂദൻ അവൻ യാത്ര മധ്യേ ജെറുസലേമിൽ നിന്ന് ജെറീലിക്കിലൊക്കെ ഉള്ള യാത്ര മധ്യേ ഒരു സമരിയക്കാരൻ ആക്രമിക്കപ്പെടുന്നു. യഹൂദനാണ് ആക്രമിക്കപ്പെടുന്നത്. അദ്ദേഹം ജെറുസലേമിൽ നിന്ന് ജെറീക്കിലേക്ക് പോകുമ്പോൾ യഹൂദനെ കുറെ കള്ളന്മാർ ചേർന്ന് ആക്രമിച്ചു. അയാൾ കച്ചവടത്തിന് പോകുന്നു. അപ്പൊ അയാളിൽ കുറെ പൈസ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തെ ആക്രമിച്ച് ചോരയൊക്കെ വന്ന് റോട്ടിലേക്ക് എടുക്കുകയാണ്. ആ കിടക്കുന്ന സമയത്ത് ഇയാൾ സമരിയനാണ്, മീൻസ് യഹൂദനാണ്. അപ്പം കിടക്കുന്ന സമയത്ത് ഇയാൾ മൃതപ്രായനാണ്, എന്നുവെച്ചാൽ മരിക്കാറായി. അപ്പൊ പെട്ടെന്ന് ഒരു പുരോഹിതൻ എന്ന് വെച്ചാല് അവിടുത്തെ ജെറുസലേം പള്ളിയിൽ പൂജ ചെയ്യുന്ന ഒരു പുരോഹിതൻ ആ വഴി വരും. അപ്പൊ ഇദ്ദേഹത്തെ കണ്ടെങ്കിലും മൈൻഡ് ചെയ്യില്ല. മൈൻഡ് ചെയ്യാത്ത കേസ് വെച്ചാല് അദ്ദേഹത്തെ നമുക്ക് വേറെ ആംഗിളിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാര്യം ഒരു പുരോഹിതന് ബലി അർപ്പിക്കുന്നതിന് മുമ്പ് ശവത്തിൽ, മീൻസ് ഡെഡ് ബോഡിയിൽ തൊടാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കാം. പക്ഷെ അദ്ദേഹം ഈ ബോഡി ഇയാൾ കിടക്കുന്ന കാണുമെങ്കിലും അദ്ദേഹത്തെ കാണാതെ കടന്നുപോകും. പിന്നെ വരുന്നത്, അതായത് ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന എന്ന് പറയപ്പെടുന്ന പുരോഹിതനാണ് ആദ്യം വരുന്നത്. രണ്ടാമത് വരുന്ന ലേവായൻ എന്ന് പറയും. ലേവായൻ എന്ന് പറഞ്ഞാല് ഈ പുരോഹിതന് തൊട്ട് താഴെ പള്ളിയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അയാളും വരുമ്പോഴും ഇദ്ദേഹത്തെ കണ്ടെങ്കിലും മാറും. കുറച്ച് കഴിയുമ്പോൾ ഒരു സമരിയൻ, അതായത് യഹൂദരുടെ ശത്രു എന്ന് വിശേഷിക്കപ്പെടുന്ന സമരിയൻ വരുമ്പോൾ ഒരു യഹൂദൻ ആക്രമിക്കപ്പെട്ട് കിടക്കുന്നു. അപ്പൊ അദ്ദേഹം താഴെ കുതിരപ്പുറത്തുനിന്ന് താഴെ ഇറങ്ങുകയും ഇദ്ദേഹത്തെ നോക്കുമ്പോൾ മരിച്ചിട്ടില്ല. അപ്പം അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വീഞ്ഞും എണ്ണയൊക്കെ വെച്ചിട്ട് ഇദ്ദേഹത്തിന്റെ മുറിവുകളൊക്കെ ഒന്ന് വെച്ച് കെട്ടി ഇദ്ദേഹം അടുത്തുള്ളൊരു സത്രം, അറിയാലോ, സത്രത്തിലെ ഒരു ലോഡ്ജൊക്കെ പണ്ടത്തെ സംഭവം, അവിടെ കൊണ്ടുപോയി ഏൽപ്പിക്കുന്നു. എന്നിട്ട് പറയും, ഇദ്ദേഹം ഇതിനെ ടേക്ക് കെയർ ചെയ്തോളാം. 2 ദിനാറ കയ്യിൽ കൊടുത്തിട്ട് പറയും, ഇദ്ദേഹത്തിന് ചെലവിനുള്ളതുണ്ട്, ഇദ്ദേഹത്തെ നോക്കണം, നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യണം, ഇദ്ദേഹത്തിന് ഹീലാന്ന് പറയാം. ഞാൻ കച്ചവടത്തിന് പോവാണ്, തിരിച്ചു വരുമ്പോൾ കൂടുതൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ചെലവായിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും തരും, നിങ്ങള് ഇവനെ ടേക്ക് കെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പൊ ആ യഹൂദൻ എന്ന് വെച്ചാൽ ആ യഹൂദന്റെ കൂടെയുള്ള ആൾക്കാരാണ് പുരോഹിതനും ലേവായും. അവരല്ല അവന്റെ ഏറ്റവും നല്ല അയൽക്കാരൻ അല്ലെങ്കിൽ ഏറ്റവും നല്ല നൈബർ എന്ന് പറയുന്നത്. അവനെ ടേക്ക് കെയർ ചെയ്ത അവന്റെ ഈ സമരിയക്കാരനാണ് ഏറ്റവും ബെസ്റ്റ് ആണെന്ന് ജീസസ് പറയാണ്. ലൈക്ക് നിന്റെ ജാതിയിൽപ്പെട്ടവനല്ല നിന്റെ ഏറ്റവും നല്ല ഫ്രണ്ട് ഓർ കെയർ ചെയ്തത്, നിന്നെ ടേക്ക് കെയർ ചെയ്തവനാണ് ഇത്. അതുകൊണ്ട് ആ ഒരു വലിയൊരു മെസ്സേജ് ആ ഒരു ഗുഡ് സമരിറ്റൈൻ എന്ന് പറയുന്ന സംഭവത്തിലൂടെ. അപ്പൊ നമ്മളെപ്പോഴും നമ്മുടെ ലൈഫിനെ അങ്ങനെ ഒന്ന് കാണണം. കാര്യം ടേക്ക് കെയർ ഓഫ് ഈച്ച് അതർ. നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. ആൻഡ് ഫൈനൽ ബട്ട് നോട്ട് ലാസ്റ്റ്, ലൈക്ക് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ. സോ പ്രൊഫഷണൽ ലൈഫിൽ നമ്മൾ കൊടുക്കുന്ന കെയറിന് ഒരുപാട് വിലയുണ്ട്. നമ്മളെപ്പോഴും ഒരു ഹയറാർക്കി ഓർഡറിലാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാവരും ഹയറാർക്കി ടോപ്പ് ബോട്ടം ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ്. നമുക്കറിയാം, സൈമൺ സിനെക്ക വൺ ഓഫ് ദ ലീഡർഷിപ്പ് കോച്ചാണ്. ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നല്ല ബുക്കിൽ ഒരു ബുക്ക് എന്ന് വെച്ചാൽ ലീഡേഴ്സ് ഈറ്റ് ലാസ്റ്റ് എന്നാണ്. ലീഡേഴ്സ് ഈറ്റ് ലാസ്റ്റ്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാല് ഒരു ലീഡർ ആയിട്ടുള്ള ഒരാള് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് എടുക്കുന്നത് ലാസ്റ്റ് ആണ്. അതായത് തന്റെ ടീമിലുള്ള ആളുകളെല്ലാം അവരുടെ കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ലീഡർ. നമുക്കറിയാം, നോർമലി ഏതൊരു പരിപാടി നടക്കുമ്പോഴും ലീഡേഴ്സ് ഈറ്റ് ഫസ്റ്റ് ആണ്. അവർക്ക് സെപ്പറേറ്റ് ഇരിപ്പിടങ്ങൾ റെഡി ആക്കിയിട്ടുണ്ടാവും. അപ്പം ആദ്യം വരുമ്പോൾ തന്നെ, പ്രോഗ്രാം തുടങ്ങുമ്പോൾ തന്നെ ലീഡേഴ്സിന് അല്ലെങ്കിൽ അതിന്റെ ടോപ്പിലുള്ള ആൾക്കാർ വരുന്നു, അവർക്ക് വേണ്ടി എല്ലാവരും സെർവ് ചെയ്യുന്നു. അവർ കഴിച്ചിട്ടാണ് ബാക്കി എല്ലാവരും കഴിക്കുന്നത്. പക്ഷെ ഏറ്റവും ബെസ്റ്റ് ഒരു ലീഡർ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഡേഴ്സ് ഈറ്റ് ലാസ്റ്റ് എന്നാണ്. ഞാനിപ്പം എനിക്ക് സമയമുണ്ടോ എന്ന് അറിഞ്ഞൂടെ, എന്നാലും ഞാൻ ഓടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ലൈക്ക് ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി, നിങ്ങൾ എത്രയും ആൾക്കാർ കണ്ടിട്ടില്ലെങ്കിലും
നിങ്ങൾ കാണേണ്ട ഒരു ബെസ്റ്റ് മൂവിയാണ് ഫോറസ്റ്റ് ഗംപ് എന്ന്. ഞാൻ ഈ മൂവിയെ കുറിച്ച് മുമ്പ് ഒരു ക്ലാസ്സിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇറ്റ് വാസ് റിയലി എ ഗുഡ് മോട്ടിവേഷണൽ മൂവി. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണണം. സബ് ടൈറ്റിലൊക്കെ വെച്ച് നിങ്ങൾക്ക് കുറേ കൂടെ അതിന്റെ ഇംഗ്ലീഷ് മനസ്സിലാവും. ഈ സബ് ടൈറ്റിൽ ഇല്ലെങ്കിലും ഇറ്റ് വാസ് വൺ ഓഫ് ദ നൈസ് മൂവി. അപ്പം ആ മൂവിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാല് സ്ക്രീൻ കാണാലോ അല്ലെ? ഇത് ഒരു 5 minutes വീഡിയോ ഉണ്ട്. പക്ഷെ ഇത് ഞാൻ അത്രയും ചെയ്യുന്നില്ല. ഇതൊരു പ്രൊഫഷണൽ ലൈഫില് ഒരാള് എങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു ഇതാണ്. ഇതിനകത്ത് ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ആള് വലിയ ബോധമോ വലിയ ബുദ്ധിയോ എന്നുള്ള ഒരാളല്ല. പക്ഷെ ഇവര് വിയറ്റ്നാമില് ജോലിക്ക് വേണ്ടി പോകുന്ന സമയത്ത്, ലൈക് വിയറ്റ്നാമിൽ യുദ്ധത്തിന് പോവാണ് അമേരിക്കൻ പട്ടാളം. അവിടെ വെച്ച സമയത്ത് അവരുടെ വിയറ്റ്നാം ആളുകളുടെ ആക്രമണത്തിൽ ഒരുപാട് പേർക്ക് കാല് നഷ്ടപ്പെടുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഫ്രണ്ട് ഒരു നീഗ്രോ, അവരും അപകടത്തിൽപ്പെട്ടു. ഇവനെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവനറിയാം ലൈഫ് ത്രെട്ടനിങ് ആണ്. കാര്യം മുകളിൽ നിന്ന് ബോംബ് ചെയ്യുന്നുണ്ട്. അമേരിക്കൻ പട്ടാളം തന്നെ വിയറ്റ്നാമിലെ ആളുകളെ ബോംബ് ചെയ്യുന്നുണ്ട്. അതുപോലെ വിയറ്റ്നാമിന്റെ അന്നത്തെ യുദ്ധത്തെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം, അവർ ഒരുപാട് ട്രാപ്പുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഫോറസ്റ്റ് ഗംപ് എന്ന് പറയുന്ന വ്യക്തി തിരിഞ്ഞു നോക്കുന്നില്ല. അവൻ ഓരോ പ്രാവശ്യവും നോക്കാണ്. ജസ്റ്റ് നമുക്ക് ആ ഒരു സീൻ നമുക്ക് And on my way back to find Bubba, well, that was this boy laying on the ground. ഇങ്ങനെ ഓരോ പ്രാവശ്യം I couldn't just let him lay there all alone and scared the way he was. So I grabbed him up, run him out of there. ഒരാളെ സ്വന്തം അയാളെ എതിർത്തിട്ടില്ല. മരിക്കുന്നതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കാര്യം But every time I went back looking for Bubba, somebody else was saying, "Help me, Forrest, help me." കൊണ്ടുവരുന്ന ഒരാളാണ്. ഓരോരുത്തരും ഭയങ്കര തീവ്രമായിട്ട് ആൾക്കാരൊക്കെ അവൻ മരിക്കാത്തവരൊക്കെ അവൻ I started to get scared that I might never find Bubba. Strong arm. I know my position is danger close. We got Charlie all over this area. I gotta have those fast movers in here now. Over. Lieutenant Dan Coleman's dead. I know he's dead. My whole platoon is wiped out. What are you doing? You leave me here. Get away. Just leave me here. Get out. God, I said leave me here. God. Then it felt like something just jumped up and bit me. Stop there. Stop me. Forget about me! Get yourself out! Did you hear what I said? God, put me down! Get your don't you stay here! Force. ബാബുവിനാണ്. അവന് ശരിക്കും ഷോട്ടായി മരിക്കുന്ന ഉറപ്പാണ്. പക്ഷെ അവന് ഭയങ്കര ജീവിക്കുന്ന ഉറപ്പാണ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് പുള്ളി പട്ടാളം വിട്ടിട്ട് ഒരു ട്രംപ് ബിസിനസ് ഒക്കെ തുടങ്ങുന്നത്. അങ്ങനെയാണ് പിന്നീട് ഇയാൾ പ്രോഡ്യൂസറിനാണ്. അത് ഈ ബാബയ്ക്ക് വേണ്ടി തുടങ്ങുന്നത്. അതിന്റെ കംപ്ലീറ്റ് പ്ലോട്ടിലേക്ക് ഇദ്ദേഹം അവരുടെ വീട്ടിലേക്ക് എത്തിയത്. ഇത് റിയൽ സ്റ്റോറിയാണ്. ഓക്കെ, ഇത് സമയമില്ലാത്തതുകൊണ്ട് ഞാനത് കട്ട് ചെയ്യണം. ലൈക്ക് വേറൊന്നുമില്ല. സോ ദ തിങ് ഈസ് ദാറ്റ് ആ ഒരു യുദ്ധത്തിൽ പെട്ട ഒരാളെ ഭയങ്കരമായിട്ട്, അതായത് കാലൊക്കെ ഒടിഞ്ഞ ആളെയും എല്ലാവരെയും അവന്റെ സ്വന്തം ജീവൻ പണയപ്പെടുത്തിയിട്ട് തന്നെയാണ് പലപ്പോഴും ഈ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ആള്
അവരുടെ ലൈഫ് സേവ് ചെയ്യുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അദ്ദേഹം വൺ ഓഫ് ദ ബില്യണയർ ആയിട്ട് മാറുന്നുണ്ട് ഈ ഷ്രം ബിസിനസ്സിൽ. ആ ബിസിനസ് തുടങ്ങാനുള്ള കാരണം നിങ്ങൾ കണ്ട ബാബ എന്ന് പറഞ്ഞവൻ അവൻ ഇപ്പോഴും പറയുമായിരുന്നു ലൈക്ക് എനിക്ക് ഫോറസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് റിട്ടയർമെന്റ് കിട്ടുന്ന ബെനിഫിറ്റ്സ് കൊണ്ട് ഒരു ഷ്രിം ബിസിനസ് ഉണ്ട്. ഗംഭീന് അറിയില്ല ഇതെങ്ങനെ ചെയ്യുന്നത്. പക്ഷെ പിന്നീട് അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രോഫിറ്റും അല്ലെങ്കിൽ ഏറ്റവും വലിയ ബിസിനസ് കൊണ്ടുവരുന്നതും ഈ ഒരു കേസാണ്. കാല് മുറിഞ്ഞ ഒരാളെ ഞാൻ രക്ഷപ്പെടുത്തി എന്ന് പറയല്ലോ, അദ്ദേഹമാണ് പിന്നീട് ഇദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻ ആയിട്ട് വരുന്നത്. ലെറ്റർ എഴുതിയിട്ട് തിരിച്ചു ഒരു കാലിലെങ്കിലും ഇദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി വരുന്നത്. സോ നമ്മൾ ജീവിതത്തിൽ നമ്മൾ കൊടുക്കുന്ന കെയർ നമുക്ക് തിരിച്ചു വരും. അത് നമ്മുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് അത് ഫ്രൂട്ട്ഫുൾ ആക്കും. നമ്മുടെ ലൈഫിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ടാക്കും. ലൈഫ് ഭയങ്കര രസകരമായിട്ട് മാറും. നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ കുറച്ച് നമ്മുടെ ജീവിതം നമുക്ക് മടുക്കും. ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. കൊടുക്കുന്നേ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഒരാളെ സ്നേഹപൂർവ്വം കെയർ ചെയ്യുമോ, അവരെ സപ്പോർട്ട് ചെയ്യുമോ, അവരിന് തിരിച്ചത് കിട്ടുമോ, നമ്മുടെ ജീവിതം ഭയങ്കരമായിട്ട് മുന്നോട്ട് പോകും. ഇല്ലെങ്കിൽ നമ്മളൊരു സോഷ്യൽ ആനിമൽ ആയതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ വിചാരിക്കും എല്ലാ സ്വത്തും എനിക്ക് വേണം, എല്ലാം ഉണ്ട്, ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്, ഒരു ഐലൻഡിൽ ഞാൻ മാത്രം മതി, എല്ലാ സൗകര്യങ്ങളോട് കൂടി ഞാൻ ജീവിക്കുന്ന യു ക്യാൻ സർവൈവ്. എത്ര പണം ഉണ്ടെങ്കിലും എത്ര കഴിക്കാനുണ്ടെങ്കിലും യു ക്യാൻ സർവൈവ്. യു നീഡ് ലവ്, യു നീഡ് കെയർ, യു നീഡ് സപ്പോർട്ട്, യു നീഡ് റെക്കഗ്നീഷൻസ്. അപ്പൊ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ വി നീഡ് ടു ഗിവ് ദ ഫസ്റ്റ്. സോ ഗിവ് ആൻഡ് ടേക്ക് ആണ്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ഫാമിലി ലൈഫിൽ, നിങ്ങളുടെ മക്കളില് നിങ്ങൾ കൊടുക്കുന്ന ഒരു സ്മൈൽ, ഒരു കെയർ, ഒരു തലോടൽ, എടി സുഖല്ലേടി എന്നൊക്കെ നമ്മളൊന്ന് ചോദിക്കുമോ, നാടൻ ഭാഷയിൽ ചോദിക്കുമോ, അല്ലെങ്കിൽ അപ്പ സുഖല്ലേ, അപ്പ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം അവരുടെയൊക്കെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട്സ് വളരെയാണ്. അപ്പൊ ആ ഇമ്പാക്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയാൽ മാത്രമാണ് നമ്മുടെ ലൈഫ് ഒരു സക്സസ്ഫുൾ എന്ന് പറയുന്നത്. അല്ലാതെ കുറെ പണം ഉണ്ടാക്കി അവസാനം ഒരു ദിവസം അറ്റാക്ക് ഒക്കെ വന്ന് അടിച്ചു പോയ ഒരു കാര്യമില്ല. ലൈക്ക് നമ്മൾ ആ പോകുന്ന പോക്കിൽ കുറെ പേർക്ക് കെയർ ചെയ്യാൻ പറ്റുക, സപ്പോർട്ട് ചെയ്യാൻ പറ്റുക, അവരുടെയൊക്കെ ഒരു റെക്കഗ്നേഷൻസ് ഒക്കെ കിട്ടുക. ദാറ്റ് ഈസ് സംതിങ് ഡിഫറെന്റ്. പോകുന്ന വഴിയിലൊക്കെ നമുക്ക് അവരെ കെയർ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ ഉണ്ടാവട്ടെ. നിങ്ങളുടെ ലൈഫ് ഭയങ്കര ഹാപ്പി ആവട്ടെ. എല്ലാവരും പരസ്പരം ടേക്ക് കെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് പറ്റട്ടെ. അങ്ങനെ ആകുമ്പോൾ യു വിൽ ബി എ ഗുഡ് ലീഡർ ഇൻ യുവർ പ്രൊഫഷൻ, ലീഡർ ഇൻ യുവർ ഹോം. അപ്പം നിങ്ങളുടെ പുറകിൽ ഒളിക്കാനായിട്ട് ആൾക്കാരുണ്ടാവും. കാര്യം എനിക്ക് ഫ്രണ്ടിൽ ഇയാളുണ്ട്, എന്നെ ടേക്ക് കെയർ ചെയ്തോളൂ, എന്നെ പ്രൊട്ടക്ട് ചെയ്തോളും. അപ്പൊ നമുക്ക് വേണ്ടി മരിക്കാനായിട്ട് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാവും. അപ്പൊ പലപ്പോഴും നമുക്കറിയാം നല്ല നേതാക്കന്മാരൊക്കെ മരിച്ചു പോകുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളിപ്പോ കണ്ടതാണ് VS മരിച്ചപ്പോണ്ടായാലും, ജനാവലി അറിയാം, ഉമ്മൻചാണ്ടി മരിച്ചപ്പോണ്ടായാലും, വാട്ട് ദേ ഹാവ് ഡൺ. അവര് വലിയ സംഭവങ്ങളൊന്നും ഇവിടെ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവരുടെ അടുത്ത് വരുന്ന ആളുകളെ ദേ നോ ഹൗ ടു കെയർ. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ ഒക്കെ ലൈഫിലേക്ക് നോക്കി കഴിഞ്ഞാല് അദ്ദേഹം ജനസമ്പർക്ക പരിപാടിയൊക്കെ നടത്തുന്ന സമയത്തൊക്കെ ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അവർക്ക് സൊല്യൂഷൻസ് മാക്സിമം ഉണ്ടാകും. അതുകൊണ്ടാണ് ആ ഒരു യാത്ര, മരിച്ചൊരു അവസാന യാത്ര എത്രയധികം അദ്ദേഹത്തെ കളങ്കപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഫൈനലി ജനം ആ ഒരു സ്നേഹവും റെക്കഗ്നീഷൻസ് ഒക്കെ കൊടുത്തതൊക്കെ പല വീഡിയോസിലൂടെയും നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഒരു കെയറും ഒരു സപ്പോർട്ടും ഒരിക്കലും അവസാനിക്കുന്നില്ല. തിരിച്ച് നമ്മുടെ അടുത്തേക്ക് തന്നെ വരും. താങ്ക് യു സോ മച്ച്. താങ്ക്സ് അലോട്ട്. താങ്ക് യു ഫോർ ലിസണിങ് മീ. ഓവർ ടു യു മുഫീദ. ഓക്കെ, താങ്ക് യു ഓസ്റ്റിൻ സർ. താങ്ക് യു സോ മച്ച്. നല്ലൊരു സെഷൻ ആയിരുന്നു അല്ലേ? അപ്പം എന്താ പറയാ, നമ്മൾ ടേക്ക് കെയറിന്റെ പാർട്ട് 2, ടേക്ക് കെയർ ഫസ്റ്റിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പാർട്ട് 2 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് നിങ്ങൾക്ക് ഇപ്പം ഷെയർ ചെയ്യാം. ഓരോരുത്തരായിട്ട് മുന്നോട്ട് വരാം കേട്ടോ. യെസ്, പറഞ്ഞോളൂ. എന്താ പറയേണ്ടത് അറിയുന്നില്ല. എന്തൊരു നല്ലൊരു ക്ലാസ് ആയിരുന്നു, ഇതൊരു ടോപ്പിക്കായിരുന്നു. സാറ് പറഞ്ഞ ഓരോ പോയിന്റും അത്രയും വേല്യുബിൾ ആയിട്ടുള്ള പോയിന്റുകളായിരുന്നു. അതിലെനിക്ക് എന്റെ ഹൃദയത്തിൽ നട്ടൊരു കാര്യം തന്നെ, സാറൊരു ഫാമിലിയുടെ കഥ പറഞ്ഞ കുട്ടികളുടെ കാര്യം. അതിലെ ലാസ്റ്റ് ആ കുട്ടികൾ ഇപ്പൊ എവിടെയാണ് സാറേ? അവര് അച്ഛനും അമ്മയും തന്നെ അവർ കെയർ ചെയ്യുന്നത്. അത് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ലാസ്റ്റ് ആ കുട്ടികളെ നോക്കാൻ അവർക്ക് റിലേറ്റീവ് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? കുറവാണ്. ഇല്ല, തീർച്ചയായും വളരെ കുറെ ആൾക്കാരാണ്. എത്ര പിള്ളേരാണ്? 3 പേര്. ഒരു ട്വിൻസും ഒരു കുട്ടി. എന്ത് കുട്ടികളാ? 2 പെണ്ണും ഒരാണും. അതായത് ഒരു മൂത്തത് പ്രായം എന്ന് പറഞ്ഞാൽ ഇളയ കുട്ടി, ഇളയത് 2 പേരും ട്വിൻസ് ആണ്. അവർ 1ാം ക്ലാസ്സില്, മൂത്ത കുട്ടി 3ലോ 4ലോ അത്രയായിട്ട്. നമ്മളൊക്കെ ഇപ്പൊ സത്യം പറയേണ്ട മനസ്സിൽ പോയത് അതിന് ഒരാളെങ്ങോട്ട് കൊണ്ടുവരായിരുന്നു സത്യമായിട്ടും സാറേ. കാരണം നമുക്കിവിടെ ഞാൻ പറഞ്ഞേക്ക് പേരക്കുട്ടികളില്ല, ഒരാളുള്ളൂ. അപ്പൊ ഞാൻ അങ്ങനെ മൈൻഡ് ചിന്തിച്ചു, ഈശ്വര ഒന്നിനെ നമുക്ക് കിട്ടിയെങ്കിൽ നന്നായിരുന്നു.
നമുക്ക് ഒരുപാട് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടാവില്ലേ, അതിന് നമുക്ക് അങ്ങനെ ഇല്ല, അങ്ങനെ അവര് കൊണ്ടുവരാൻ. മരിച്ചാലുണ്ടാവുള്ളൂ. കാര്യം ഇപ്പൊ അവര് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ആരെങ്കിലൊക്കെ സഹായമൊക്കെ വെച്ചിട്ട് അങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ അവര് മരിച്ചു കഴിഞ്ഞ ഈ പറഞ്ഞ പോലെ അവരൊരു അനാഥരാകും. ഞാൻ സാറിനെ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ ശരി. പിന്നെ അതൊക്കെ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ സ്ത്രീകൾ ചെയ്യുന്ന ഒരു അമ്മ എന്ന് പറഞ്ഞാൽ 2 പദത്തിനൊരു അർഹത ഇല്ലാത്തവരാണ് ഒട്ടുമുക്ക സ്ത്രീകളും, സത്യം പറയുന്നത്. കാരണം ഇങ്ങനെ ഒരു 3 പിള്ളേരായിട്ടൊക്കെ വേറൊരാളെ കൂടെ പോവാന്ന് പറഞ്ഞാൽ നമ്മളെ കുഞ്ഞുങ്ങളുടെ ആ ഒരു അവസ്ഥ എന്താന്ന് പോലും അവർ ചിന്തിക്കുന്നില്ല. അവരവരുടെ സുഖം മാത്രം നോക്കി പോവാണ്. അവരെയൊക്കെ അമ്മാന്ന് പേരിട്ട് വിളിക്കാനേ പറ്റില്ല. അത് കേട്ടപ്പോ ഭയങ്കര ഇമോഷണൽ ആയി പോയി. ഓക്കെ, ഇനി നല്ല ക്ലാസ് ആയിരുന്നു സാറേ. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യനെയും ഒക്കെ ടേക്ക് കെയർ ചെയ്യണം. നമുക്ക് ഈ സമൂഹത്തിൽ ഇറങ്ങിയാലും നമ്മൾ ഓരോരുത്തർക്ക് കൊടുക്കുന്ന ടേക്ക് കെയർ അത് നമ്മളിൽ ഉണ്ടാക്കുന്ന ഓരോ പോസിറ്റീവ് എനർജികളാണ്. കാരണം നമ്മൾ കൊടുക്കുന്നിടത്തുനിന്ന് ആവില്ല ചിലപ്പോൾ നമുക്ക് കിട്ടുക, വേറൊരു ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടുക. അത് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ എല്ലാവരും മുന്നോട്ട് പോവുക. ഇനി താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു സിന്ധു. താങ്ക്സ്. പറഞ്ഞോളൂ. നല്ലൊരു ടോപ്പിക് ആയിരുന്നത്. കാരണം നല്ലൊരു കേൾക്കേണ്ടതും അത് ജീവിതത്തിൽ പകർത്തേണ്ടതും നന്നായിട്ടുണ്ട്. താങ്ക് യു. ഞാനൊരു കാര്യം പറയാം. ലൈക്ക് ഇത് കഴിയുമ്പോ 6:30 എനിക്ക് ഒരു സെഷൻ കൂടി ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഞാനിപ്പം ചാറ്റിലിടാം. ഒരു ബിസിനസ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 6:30 ഫ്രീ വെബിനാർ ആണ്. അപ്പൊ അതിനകത്ത് പറയൂ സാർ. അപ്പൊ ഞാൻ അതിനകത്ത് ഇട്ടേക്കാം. അപ്പൊ 6:30 ആകുമ്പോൾ എനിക്ക് അവിടെ കയറാം. അടുത്തൊരു സെഷൻ കൂടി ഉണ്ട്. എനിവേ പറഞ്ഞോളൂ സാർ, പറയൂ സാർ. ടോട്ട്സിൽ സാറിന്റെ ക്ലാസ് ഉണ്ട്. ഉണ്ട്. എനിക്ക് ലിങ്ക് വന്നു. ഞാനിപ്പോ ഇതിനകത്തിടാം. വന്നായിരുന്നു. ഓക്കെ പറഞ്ഞോളൂ സാർ. നല്ല ക്ലാസ് ആയിരുന്നു. ടേക്ക് കെയർ, നമ്മുടെ സമൂഹത്തില് കുടുംബത്തിനൊക്കെ ടേക്ക് കെയർ ചെയ്യാനുള്ള നല്ലൊരു സബ്ജക്ട്. സാറ് പറഞ്ഞ ഫ്രീസറിന്റെ അത് മലയാള ഒരു സിനിമ വന്നിരിക്കുന്നു. അത് കോപ്പി ഹെലൻ ഞാൻ പറഞ്ഞായിരുന്നു. മലയാള സിനിമ വന്നിരുന്നു. ഹെലൻ എന്നാണ് മലയാള പടത്തിന്റെ പേര്. ഒരു പെൺകുട്ടി. യെസ് ഹെലൻ. നല്ല സബ്ജക്ട്, നന്നായിട്ട്. താങ്ക് യു സാർ. താങ്ക്സ്. താങ്ക് യു ബഷീർ സർ. താങ്ക് യു മുസ്തഫ സർ. അപ്പം ഓസ്റ്റിൻ സാറിന് സെഷൻ ഉള്ളതുകൊണ്ട് ഫീഡ്ബാക്ക് പറയാൻ റെഡി ആയിട്ടുള്ളവർ എന്ത് ചെയ്യാ, പെട്ടെന്ന് മുന്നോട്ട് വരിക. ആരെങ്കിലും ഉണ്ടോ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. സാർ, ഇത് ഇന്നത്തെ ക്ലാസ് മിസ്സായവർക്ക് ശരിക്കും മിസ്സായ മാതിരി തന്നെ തോന്നുന്നു. കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള മെസ്സേജാണ് രാവിലെ തന്നെ കിട്ടിയത്. എവരിബഡി ഹാവ് ടു ഫോളോ ദിസ്. ഫാമിലിയിലെ ലൈഫ് പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാനുള്ള കാരണം തന്നെ ടേക്ക് കെയർ ചെയ്യാത്തതാണ്. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞ മാതിരി ലിസണിങ് ആണ് നമ്മുടെ മെയിൻ. കമ്മ്യൂണിക്കേഷൻ തന്നെ സാർ അന്നൊരു ദിവസം കൂടെ പറഞ്ഞിരുന്നു, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് പേഷ്യന്റ് ലിസണിങ് ആണ്. സോ എല്ലാ നിമിഷവും വളരെ പവർഫുൾ ആയിരുന്നു. താങ്ക് യു സർ. താങ്ക് യു സുബ്രഹ്മണ്യൻ സർ. താങ്ക്സ്. Okay, thank you Subramanian sir. Thank you so much. Then next. One more bit. ആരെങ്കിലും? മാജിക് മോർണിംഗ്. പ്രീത പറയൂ. ഓസ്റ്റിൻ സാർ വളരെ നല്ല രണ്ടാമത്തെ സെക്ഷൻ സൂപ്പർ ആയിട്ടുണ്ട്. സുബ്രഹ്മണ്യൻ സാർ പറഞ്ഞ പോലെ ഇന്ന് ക്ലാസ് കേൾക്കാത്തവർക്ക് ശരിക്കും വളരെ നഷ്ടമാണ്. അത് ശരിക്കും നമ്മുടെ ഫാമിലിയിൽ നിന്നാണ് ആദ്യം തുടങ്ങേണ്ടത്. വളരെ നല്ല കാര്യങ്ങൾ സാർ പറഞ്ഞു തന്നു. കാലത്ത് തന്നെ പറഞ്ഞ പോലെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ മാതാപിതാക്കളെ കെയർ ചെയ്യാന്ന് പറഞ്ഞാൽ അവര് വയസ്സായിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളൊന്ന് കേട്ടാൽ മാത്രം മതി. അവർക്ക് അത് ഭയങ്കര സന്തോഷമായിരിക്കും. കൂടുതലായിട്ട് അവർക്കൊന്നും ചെയ്തു കൊടുക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ അവരൊന്ന് കേൾക്കാൻ ഇരിക്കുക. അതന്നെ വളരെ നല്ലൊരു ക്ലാസ് സാറേ. ഓക്കെ, താങ്ക് യു. താങ്ക് യു പ്രീത. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു പ്രീത മാം. ഇനി വൈൻഡപ്പ് ചെയ്യാം അല്ലേ സർ? യെസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടേക്ക് കെയർ പാർട്ട് 2 എടുത്ത ഓസ്റ്റിൻ സാറിനും ഇതിൽ പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും നിങ്ങൾക്കറിയാം, നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ഈ ബി മാജിക്കിൽ ഷെയർ ചെയ്യാറ്. സോ നിങ്ങൾ മാക്സിമം അതെന്ത് ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യണം. ഓക്കെ, അപ്പം ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓസ്റ്റിൻ സർ, താങ്ക് യു സോ മച്ച്. Then team, thank you all. Thank you. Thank you all. Thank you so much. Have a nice day. Thank you, sir. Thank you, Austin sir. Thank you. Thank you.